ഹാറ് സൗറിന്റെ അടുത്ത കൂടെ പോകുന്ന സമയത്ത് അതാ ഹാറ് സൗർ എന്ന് പറയുന്ന ആ ഗുഹ, ആ പൊത്ത് വലിയ ഒരു ഗുഹയാണ്. അതിൻ്റെ മുകളിൽ വലിയ ഒരു ദ്വാരമുണ്ട്, ഓട്ടയുണ്ട്. അതിലൂടെ താഴോട്ട് നോക്കിയാൽ ഈ ഗുഹയിലുള്ള ആളുകളെ കാണും. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ വരുന്നു, വാളും കുലുക്കിക്കൊണ്ട് അവരതാ വരുന്നു. ആ പോകുന്ന പോക്കിൽ അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, നമ്മൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു മഅന, അല്ലാഹു നമ്മളെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടണ്ട, നീ ഒന്ന് പിന്നിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് പിന്നിലേക്ക് നോക്കിയപ്പോൾ അതാ അവിടെ നല്ല ഒരു കപ്പൽ, ഒരു ബഹറും ഉണ്ട്. ആ ബഹറിൽ ഒരു നല്ല കപ്പൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുസ്ലിക്കുകൾ ഈ ഭാഗത്തു കൂടെ വന്നാൽ നമുക്ക് പിന്നിലൂടെ ആ കപ്പലിൽ കയറി പോകാം. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു അവിടെ കടലും കപ്പലുമെല്ലാം പടച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് ഭയപ്പെടേണ്ടതില്ല, അള്ളാഹു നമ്മളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അറിവില്ലായ്മ ഒരു അപരാധമല്ല. അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്നത് അപരാധം തന്നെയാണ്. തൻ്റെ വിവരക്കേടും അറിവില്ലായ്മയും മഹാസംഭവമായി കൊണ്ട് നടക്കുന്ന ഒരു മഹാസാധുവാണ് മൻസൂർ മണ്ണാർക്കാട്. തൻ്റെ വിവരക്കേടിൻ്റെ ഭാഗമായിട്ട് ഏതെല്ലാം കാര്യങ്ങളാണോ മതവിരുദ്ധമായി തോന്നിയത് അത് താൻ പഠിക്കാത്തതിൻ്റെ കാരണത്താലും അറിയാത്തതിൻ്റെ കാരണത്താലുമാണ് എന്ന് ഉൾക്കൊള്ളാതെ പണ്ഡിതന്മാരെ നിരന്തരമായി ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും സമൂഹമധ്യത്തിൽ അവഹേളിക്കുകയും ചെയ്യുക എന്നത് വിദ്വാൻ്റെ ഒരു സ്ഥിരം തൊഴിലാണ്. അതിൻ്റെ ഭാഗമായി ബഹുവന്യരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് നടത്തുന്ന ഒരു പ്രസംഗത്തെ വളരെ വൃത്തിഹീനമായ രീതിയിൽ, വളരെ മോശകരമായ രീതിയിൽ പരിഹസിക്കുകയാണ് വിദ്വാൻ. ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ കഥയിൽ ഇത് അർദ്ധസത്യങ്ങളാണ് അതിലുള്ളത്. മുഴുവൻ സത്യങ്ങളാണ്, അർദ്ധസത്യങ്ങളല്ല. അർദ്ധസത്യങ്ങൾ എന്ന് നീ വിചാരിക്കാൻ കാരണം നിനക്കറിയില്ല. അന്നാസു അഅദാഉമാ ജഹിലു എന്ന് അറബിയിലൊരു ആപ്തവാക്യമുണ്ട്, ഒരു ചൊല്ലുണ്ട്. ആ ജനങ്ങൾ അറിവില്ലാത്തതിനോട് ശത്രുക്കളായി. ചില ആളുകൾ, വിവരം കെട്ട ചില ആളുകൾ, അല്പന്മാർ, അവർക്ക് അറിവില്ലാത്ത കാര്യത്തോട് ശത്രുക്കളായി. അതിൻ്റെ ഭാഗമായിട്ട് നിനക്ക് തോന്നിയത് മാത്രമാണ്. മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞത് ചരിത്രപരമായ സത്യമാണ്. കുറെ കള്ളവുണ്ട്. ഒരു കളവുമില്ലാതിരി ഇമാമിയങ്ങൾ അവർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഒരര കള്ളമല്ല. അപ്പൊ കഥ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. നിനക്കതേ പറയാൻ കഴിയുള്ളൂ, കാരണം നീ പഠിച്ചിട്ടില്ല, നിനക്കറിയില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം കിതാബിലുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കിതാബ് എടുത്ത് നോക്കാറിയാണ്. അലിഫ് ബാഗ് താദ് സാദ് ജീം എന്ന് പറഞ്ഞിട്ട് ആ അറബി അക്ഷരമാല ഒന്ന് ഓർഡറിൽ ചെല്ലാൻ വെക്കും. എനിക്ക് ഞാൻ മുമ്പ് എന്നോട് ചോദിച്ചതാണ്, എന്ത് യോഗ്യതയാണ് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനെ അതിനിശ്ചിതമായി വിമർശിക്കാൻ എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? അത് നീ പറയണം. അങ്ങനെ ചരിത്രമല്ല എന്ന് പറയുമ്പോൾ ആ ഇല്ല എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ്? നീ ഏത് കിതാബ് നോക്കി? എത്ര ചരിത്രങ്ങൾ നീ വായിച്ചു? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ കഥയിലെ കപ്പലിന്റെ കപ്പിത്താൻ ഒരു പക്ഷേ CM മടവൂരായിരിക്കാം. കണ്ടങ്ങളും എൻ്റെ സംസ്കാരം എന്ത് തന്നെ പറഞ്ഞാലും അവന് രണ്ട് കെലിമത്ത് മഹാനായ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ പറഞ്ഞെങ്കിലേ ഇവനക്ക് സമാധാനം കിട്ടുള്ളൂ. ഇത് ഇവൻ്റെ ഒരു രോഗമാണ്, സ്ഥിരം തൊഴിലാണ്. ഏത് വീഡിയോ എടുത്താലും ആ വീഡിയോയിൽ മഹാന്മാരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക, കേട്ടാൽ അറക്കുന്ന തെറി പറയുക. കാര്യം അങ്ങനെ ഒരു കടലോ കപ്പലോ കപ്പിത്താനോ അതൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഉണ്ട്, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. നീ അതില്ല എന്ന് പറയുമ്പോൾ അതില്ല എന്ന് പറയാൻ മാത്രമുള്ള എന്ത് വിവരം നിന്റെ അടുക്കലുള്ളത്? അതാ ഞാൻ ചോദിക്കുന്നത്. അതില്ല എന്ന് പറയണമെങ്കിൽ എത്ര ചരിത്രം നീ പഠിച്ചിട്ടുണ്ട്, എത്ര ഗ്രന്ഥങ്ങൾ നീ വായിച്ചിട്ടുണ്ട്, ഈ ചരിത്രം പറയുന്ന എത്ര ഗ്രന്ഥങ്ങൾ നീ നോക്കിയിട്ടുണ്ട്? ഞാൻ ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ നോക്കി, ആ ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ല എന്നെങ്കിലും പറയാൻ നിനക്കൊണ്ട് കഴിയോ? ഏതെങ്കിലും ഒരു മലയാള പുസ്തകമെങ്കിലും വായിച്ചിട്ടുണ്ടോ ചങ്ങാതി? നീ ഒരു വിവരമല്ലാതെ മൊബൈലും തുറന്നു വെച്ചിട്ട് പടുപിടിത്തം പറയാം. അങ്ങനെ ചരിത്രമല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു യോഗ്യത നിന്റെ അടുക്കൽ വേണ്ടേ? പഠനം നിന്റെ അടുക്കൽ വേണ്ടേ? എന്ത് പഠനമാണ് നീ നടത്തിയത്? സൗർ ഗുഹയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അവിടെ അവരുടെ സുരക്ഷയുടെ ഭാഗമായിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ ഗുഹയ്ക്ക് ഒരു വലിയൊരു ഓട്ടയുള്ളതായിട്ട് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ ചെറിയൊരു ദ്വാരമുണ്ടായിരുന്നു, അതിലൂടെ പാമ്പ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഗുഹയ്ക്ക് ഒരു ദ്വാരവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത്. വല്ലാഹു യഅസിമുക മിനന്നാസ്. ജനങ്ങളുടെ അക്രമങ്ങളും ശത്രുക്കളുടെ ഏത് വിധേനയുള്ള അക്രമങ്ങൾ കടന്നു വരുമ്പോഴും കെണിവലകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുമ്പോഴും അതിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മൻസൂറെ നീ കാണാത്ത ഒരു കടലും കപ്പലും സംവിധാനിക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിയ പഠിച്ചോനത് കഴിയൂല. കാരണം ഇജ്ജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ ആനക്കയം ജബ്ബാറിന്റെ കോളേജിൽ നിന്നാണ്. ആനക്കയം ജബ്ബാർ എടുത്ത് തന്നെ ക്ലാസ് ഇജ്ജ് നല്ലോണം കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ആനക്കയം ജബ്ബാറിന് വഹാബി പ്രസ്ഥാനത്തിൽ നല്ല രീതിയിൽ ഒരു പ്രചാരകൻ ആവശ്യമുണ്ട്. ആ പ്രചാരകന്റെ തൊഴിലാണ് നീ ചെയ്യേണ്ടത്. ഈ ആനക്കയം ജബ്ബാർ പറയുന്ന ഖുർആൻ ക്ലാസ് ഒക്കെ അയാൾ എടുക്കുന്നുണ്ട്. അയാളും പറയുന്നതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന സംഗതി ഒന്നും യുക്തിപരല്ല എന്നാണ്. ആ ഗുഹയിലേക്ക് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു കടൽ സംവിധാനിക്കാനോ കപ്പൽ സംവിധാനിക്കാനോ ഉള്ള ദ്വാരല്ല എന്നൊക്കെ നീ പറയുന്ന അതേ ശൈലിയിലാണ് ആനക്കയം ജബ്ബാറും അവന്റെ മുരീദന്മാരും പറയുന്നത്. അപ്പൊ വഹാബി പ്രസ്ഥാനത്തിൽ ആനക്കയം ജബ്ബാറിന് അവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള നല്ലൊരു ചരക്കാണ്. ഒരു അലിഫും ബാവും താവും തിരിയാത്ത മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന പരമസാധു. ആ ഒരു ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ചരിത്രത്തിലേക്ക് പോകാൻ കൊണ്ട് കഴിയൂല, അനങ്ങൂല. നീ ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോകളിൽ വെല്ലുവിളിച്ചതുപോലെ ഒരാര വരി നിനക്ക് കിതാബുകളിൽ നിന്നെടുത്ത് വായിച്ചു തരാൻ കഴിയില്ല. നീ പഠിച്ചിട്ടില്ല, നിനക്കറിയില്ല, നീ മതം പഠിച്ചിട്ടില്ല. നിനക്കാകെയുള്ള ക്വാളിറ്റി ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ കുറച്ച് സാധുക്കൾ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ബലത്തിൽ മൊബൈലും മുന്നിൽ വെച്ചിട്ട് ആ തോന്നിവാസം പറയാം, ചരിത്രങ്ങളെ നിഷേധിക്കുക, ചരിത്രത്തിന്റെ വസ്തുതകളെ ലോകത്തോട് വിളിച്ചു പറയുന്ന പണ്ഡിതന്മാരെ അവഹേളിക്കുക. ഇദ്ദേഹം പറയുന്നത് മുന്നിലൂടെ ശത്രുക്കള് മുശ്രിക്കീങ്ങളായിട്ടുള്ള മക്ക മുശ്രിക്കുകൾ വരികയാണെങ്കിൽ ബാക്കിലൂടെ നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞത്. സൗർ ഗുഹയ്ക്കുള്ളിൽ കയറിയ ആളുകൾക്കൊക്കെ അറിയാം അതിന് ബാക്കിലേക്ക് പിന്നെ രക്ഷപ്പെടാൻ വഴിയില്ല എന്നുള്ളത്. എടോ ചങ്ങാതി, അതിന്റെ പിൻഭാഗത്ത് ഒന്നുമില്ല, ഞങ്ങളൊക്കെ കണ്ടതാണ്, എല്ലാവരും കണ്ടതാണത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ സംവിധാനിക്കാൻ കഴിയില്ല എന്ന് നിനക്ക് വാദമുണ്ടോ? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെടുന്ന ഖബറിലേക്ക് നോക്കിയിട്ട് ഈ വിദ്വാൻ പറയാ, ഈ ഖബർ എങ്ങനെ വീക്ഷിച്ചാലും ഈ ഖബറിന്റെ ഒരു ഭാഗത്തിലൂടെ മുൻകർ നക്കീർ അലൈഹിസ്സലാം കടന്നു വരിക എന്നുള്ളത് ഒരിക്കലും സാധ്യമാവില്ല. നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അതൊന്നും പറയാൻ പാടില്ല. മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ പല അനുഭവങ്ങളും ഖബറിൽ കടന്നുകൊണ്ട് അനുഭവിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഖബറിന് സ്വർഗീയ വിശാലത ലഭിക്കും, നരകക്കുണ്ടായി മാറും. ഈ രണ്ട് ഘട്ടങ്ങളും ഖബറിനുണ്ടായേക്കാം എന്നൊക്കെ പറയുമ്പോൾ ഈ കാണുന്ന ഈ ഖബറിൽ എങ്ങനെ ഇതൊക്കെ സാധ്യമാണ്? ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ലോകത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ് യുക്തിവാദികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ പറയാൻ വേണ്ടി ലോകത്ത് തയ്യാറായി കടന്നു വരുന്നവരാണ് യുക്തിവാദികൾ. ഞാൻ പറഞ്ഞല്ലോ, ആനക്കയം ജബ്ബാറിന്റെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാകും, അതായിരിക്കും നിനക്ക് ആകെയുള്ള ക്വാളിറ്റി. നിനക്ക് ഒരു ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ തെറ്റായി പോകും. ഈ രീതിയിൽ വിടുവായുത്തങ്ങളും ഈ രീതിയിൽ യുക്തിവാദവും പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഏതോ ഒരു ഉസ്താദ് ഉണ്ടാകും. അത് ആനക്കയം ജബ്ബാറിനെ ഇക്കാരെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കണതിന് മൻസൂറെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരക്കേട് ആ അലങ്കാരമാക്കരുത്. വിവരക്കേട് ഒരു മനുഷ്യന്റെ കുറ്റല്ല, എല്ലാവർക്കും വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ വിവരക്കേട് തന്റെ ഏറ്റവും വലിയ അലങ്കാരമായി കൊണ്ടെടുക്കുക എന്നുള്ള കുറ്റം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് അല്ലാഹു മഅന എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഹദീസിന്റെ ഭാഗമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ശത്രുക്കൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ വധിച്ചു കളയും, നമ്മൾ ആക്രമിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹായവുമായിട്ട് ഉണ്ടായതിന്റെ ഘട്ടങ്ങളാണ് ആ ചരിത്ര സംഭവങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നത് മുഴുവനും. അതിന്റെ ഉദാഹരണങ്ങളായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചിലന്തികൾ വല നെയ്തുകൊണ്ട്, അവരുടെ കൂടായ വല നെയ്തുകൊണ്ട്, അതുപോലെ തന്നെ പ്രാവുകൾ കൂട്ടത്തോടെ ശത്രുക്കളെ കണ്ടപ്പോൾ പറന്നകന്നുകൊണ്ട് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും രക്ഷപ്പെടുത്തി എന്നുള്ള ആ ഒരു കാര്യം അല്ലാഹു മഅന എന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം തന്നെയാണത്. അതെല്ലാം അല്ലാഹു മഅന എന്നതിന്റെ ഭാഗമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കാനും സാന്ത്വനപ്പെടുത്താനും വേണ്ടി ആ ഗുഹയുടെ പുറകുവശത്ത് ഒരു കടൽ സംവിധാനിച്ചു, അതിലൊരു കപ്പലും സംവിധാനിച്ചു എന്നതും ആ സാന്ത്വനപ്പെടുത്തലിന്റെയും അല്ലാഹു തആലയുടെ സഹായം മുത്തുനബി തങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു കൊടുത്തതിന്റെയും ഭാഗം തന്നെയാണ്. ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗത്തെ മാത്രം അംഗീകരിച്ച് മറ്റൊരു ഭാഗത്തെ തള്ളുമ്പോൾ അത് പഠിപ്പിച്ച ഇമാമിങ്ങളുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം. അത് വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയവർ ഉണ്ടോ എന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് വായാടിത്തം കൊണ്ട് ഇറങ്ങേണ്ടത്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഒരു വിവരമുള്ള ആളുകളോട് ചോദിക്കേണ്ട മൻസൂറെ. അനക്കോത് അറിയില്ല, അനക്ക് എവിടെ നോക്കിയിട്ട് അനക്ക് എന്ത് നോക്കാറിയും? ഒന്നും നോക്കാറിയില്ല, ഒരു കിതാബും വായിക്കാറില്ല. 2000 വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്നോട്, ഇത് 2000 അല്ല 20,000 വീഡിയോ ചെയ്താലും അനക്കൊരു സംഗതി പറയണമെങ്കിൽ സ്റ്റെപ്പിനി കൊണ്ടുപോകണം, സ്റ്റെപ്പിനി ആയിട്ട് മൗലവിയെ കൊണ്ടുപോകണം. എന്ത് ആധികാരികമായ സ്രോതസ് വെച്ചുകൊണ്ടാണ്, പഠനം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗത്തെ നീ തള്ളുന്നത്?
ഒരു ഇമാമെങ്കിലും ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നീ കുതിര കയറുന്നത് അത് ശരിയാകുമോ മൻസൂറെ? ചിലന്തി വല നെയ്ത് കഴിഞ്ഞാൽ അടുത്ത സമയത്തൊന്നും അതിലേക്ക് ആളുകൾ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുക. എന്നാൽ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ വിവരം എനിക്ക് ഉണ്ടല്ലേ? അള്ളാഹു താല എല്ലാത്തിനും കഴിവുള്ളവനാണെന്നുള്ള വിവരം എനിക്ക് ഉണ്ട്. എന്നാ ചങ്ങാതി ഈ സംഗതി ഉൾക്കൊള്ളാൻ എന്താ എനിക്ക് ഇത്ര മടി? ഏത് സ്രോതസ് വെച്ചുകൊണ്ടാണ് നീ ഏത് പഠനം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ചരിത്ര സംഭവത്തെ തള്ളുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിൽ ആ കടലും കപ്പലും സംവിധാനിക്കാൻ റബ്ബിന് കഴിവില്ലേ? ഇവിടെ കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യൻ, ആത്മീയ നേതാവ്, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറയുന്ന ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഖബറുൽ ഉലമ, ഷെയ്ത്താനുൽ ഉലമ എന്ന നോക്കിങ്ങളും എൻ്റെ സംസ്കാരം ഇതല്ലേ നമ്മൾ ഇത്രയും കാലം വീഡിയോയിൽ പറഞ്ഞത്. ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മതം പഠിപ്പിക്കാൻ എന്നുള്ള ലേബൽ കടന്നു വന്നുകൊണ്ട് വഹാബിസത്തിന്റെ കിരാതമായ പതിപ്പുകൾ ജീവിതത്തിൽ പകർത്തിയെടുത്തുകൊണ്ട് ഒരു പണ്ഡിതനെ അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്ര വസ്തുത, ആ ചരിത്ര വസ്തുതയെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഒരു യോഗ്യതയില്ലാതെ ആ ചരിത്രം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അന്തോ വെളിച്ചോ തിരക്കില്ലാതെ പച്ചയായി ആ ചരിത്രത്തെ തള്ളി ആ ചരിത്രം പറഞ്ഞ പണ്ഡിതനെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കാൻ വേണ്ടി പച്ച തെറി പറയാം. നമ്മളിതല്ലേ എത്രയും വീഡിയോകളിൽ പറഞ്ഞത്. എടോ, മതപ്രബോധനമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഈ ശൈലി ഒഴിവാക്കണം. പച്ചത്തെറി, കേട്ടാലറക്കുന്ന തെറികൾ എന്തിനാണ് പറയുന്നത്? 2 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ കുറച്ച് തെറി പറയണമെന്നുള്ള ഒരു സ്വഭാവം, ഒരു ശീലവും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. ഇത് എവിടുന്ന് പഠിച്ചെടുത്ത ശീലമാണ്? ഇതാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചത്. ഇത് നീ പഠിച്ചത് വഹാബി പാഠശാലയിൽ നിന്നാണ്. ആ വഹാബി പാഠശാലയാണ് ഞാൻ നിനക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചത്. ഇതൊന്ന് വാ, ജിഞ്ഞും വരണം വീഡിയോ കൊണ്ട്. എന്താ മുങ്ങിയത്? വലിയ ഊക്കിൽ വന്നീനല്ലോ ജിഞ്ഞും വരണം, ഞങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊന്ന് പറയും. ആ തെറി പറയുന്ന രസമൊന്നും കിട്ടൂല ഇതിന്. രേഖകൾ വെച്ച് സംസാരിക്കുമ്പോ, രേഖകൾ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോ മൻസൂറെ തെറി പറയാൻ വലിയ മൈലേജ് കിട്ടൂല. പിന്നെ എന്നെ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ. ഇതൊന്ന് വാ വീഡിയോ കൊണ്ട്. ഞാൻ പറഞ്ഞ വസ്തുതകളെ ഗണ്ണിക്ക് ഞാനിത് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇയാള് പറയുന്ന വിവരക്കേട് എത്രത്തോളം ഉണ്ട്? എടോ, അത് വിവരക്കേടല്ല, വിവരക്കേട് നിനക്കാണ്. സ്വന്തമായിട്ടൊന്ന് കണ്ണാടി എടുത്ത് നോക്ക്. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. ഒപ്പം നിൽക്കുന്ന വഹാബികൾ പറഞ്ഞുതരും, വെട്ടുകിളികൾ പറഞ്ഞുതരും. ഞങ്ങൾ നിനക്ക് വേണ്ടി കയ്യും പൂവും പൂച്ചണ്ടൊക്കെ തരുന്നുണ്ടെങ്കിലും എന്റെ തലക്ക് വെളിവില്ല. കാരണം വെളിവില്ലാത്ത പറയുന്നത് 4 അക്ഷരം പഠിച്ചോൻ പറഞ്ഞുതരും. മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലുള്ളത് ഉസ്താദുമാർ പറഞ്ഞിട്ട് വസ്തുതാപരമായിട്ടുള്ള ഒരു ചരിത്രം പറഞ്ഞതിന്റെ പേര് കുതിരയേറാ, തെറി പറയാ, കളിയാക്കുക. എവിടുന്ന ചങ്ങായി ഈ സംസ്കാരത്തൊക്കെ പഠിച്ചത്? ഇതൊക്കെ നല്ല സംസ്കാരം? ഇത് എവിടുന്ന് എടുത്തിട്ടാണ് ഇയാൾ പറയുന്നത്? എവിടുന്ന് എടുത്തിട്ടാണ് പറയുന്നത്? ഞങ്ങൾ എന്നെ പഠിപ്പിക്കും. പക്ഷെ അത് കേൾക്കാനോ അത് ചിന്തിക്കാനോ അത് നോക്കാനുള്ള അന്തോ ക്വാളിറ്റിയോ എനിക്കില്ല. ഇതാണ് ഞങ്ങളെ സങ്കടം. കുത്താൻ പേരിന്റെ മൂരിനോട് വേദോതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഈ വിഡിത്വം വിടുവായിത്വം ഒക്കെ പറയുന്ന എനിക്ക് മുന്നിൽ കിതാബ് വായിച്ച് തന്നെ അധികം പറ്റായി മാറും. കാരണം എനിക്ക് നോക്കാനോ ചിന്തിക്കാനോ അറിയാനോ പഠിക്കാനോ ഉള്ള ഒരു ക്വാളിറ്റി ഇല്ല. ഇത് പരമസാധുവാണ്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. പരമസാധു, വിവരക്കേട് അലങ്കാരമായി കൊണ്ടിടക്കുന്ന ഒരു പരമസാധു. പക്ഷെ എൻ്റെ വീഡിയോ കേൾക്കുന്ന തെറ്റിദ്ധരിച്ചു പോകാനിടയുള്ള കുറച്ചെങ്കിലും ആളുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയം ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കും. ആണാണെങ്കിൽ ഗണ്ണിക്ക് മുമ്പൊക്കെ വെല്ലുവിളിച്ചതുപോലെ തന്നെ വെല്ലുവിളിക്കണത്. തെറി പറയാൻ വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട, തെറി പറയാൻ വലിയ യോഗ്യത ഒന്നും വേണ്ട. അതൊക്കെ ആർക്കും നടക്കും ചങ്ങായി. അങ്ങാടി കൂടെ ആളും അഡ്രസ്സും ഇല്ലാതെ നടക്കണം. എല്ലാവരും ചെയ്യണതന്നെ ഈ തെറി പറയാന്നുള്ള പരിപാടി, മനുഷ്യന്മാരെ അസ്വസ്ഥപ്പെടുത്തുക എന്നുള്ള പരിപാടി. ആണാണെങ്കിൽ മറുപടി അറിയടോ, നീ ഗണ്ണിക്കാൻ വാ. ഞാൻ വായിച്ച രേഖകൾ ഗണ്ണിക്കാൻ വേണ്ടി വാ, നിനക്ക് പഠിപ്പിക്കാൻ പോവാണ്. ആരാത് പറഞ്ഞത്? നിങ്ങളുടെ നേതാവായി നിങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായ, ആ അൽ ബിദായത്തു വന്നിഹായയുടെ 3-ാം വാള്യത്തിൽ അദ്ദേഹം എന്തേ രേഖപ്പെടുത്തിയത് മൻസൂറെ? നിങ്ങളുടെ നേതാവായി കാണുന്ന ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം അൽ ബിദായത്തു വന്നിഹായ, ഈ അൽ ബിദായത്തു വന്നിഹായയിൽ എന്തേ അദ്ദേഹം രേഖപ്പെടുത്തിയത്? ഇതിന്റെ 3-ാം വാള്യം 150-ാമത്തെ പേജിൽ കാണാൻ കഴിയും. വഖദ് ദക്കറ ബഅദു അഹ്ലി സിയരി, ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്, അന്ന അബൂബക്കറിൻ ലമ്മാ ഖാല ദാലിക ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറ് പറഞ്ഞു. ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി ലഅബ്സറനാ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹബീബനായ നബിയെ അവർക്ക് നമ്മെ കാണാൻ കഴിയുമെന്നുള്ള വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ജാഉനാ മിൻ ഹൗനാ ലദഹബിനാ മിൻ ഹൗനാ, അവർ ഈ വഴിയിലൂടെ വന്നാൽ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ കാണിച്ചു തരുന്ന വഴിയിലൂടെ രക്ഷപ്പെടും. ഫനളറ സിദ്ദീഖു ഇലൽ ഗാരി, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗോറിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഖദിം ഫറജ മിനൽ ജാനിബിൽ ആഖർ, ആ ഗുഹയുടെ മറ്റൊരു ഭാഗം തുറന്നിരിക്കുന്നു.
നീ പറയാ അവിടെ പോയിട്ട് അങ്ങനെ ഒന്നും കണ്ടില്ല. ഇതിനാ ഞങ്ങൾ മൊയ്ജിദത്ത് തരാം. മൊയ്ജിദത്തും കറാമത്തൊന്നും വിശ്വാസമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചല്ലോ. ഇതൊന്ന് ഭാവം കേട്ട് മറുപടി പറയാൻ വേണ്ടി ഇത് നല്ല കോലത്തിലാണെങ്കിൽ ഇത് ശൂന്യവും. ഇതിനാ മൊയ്ജിദത്ത് എന്ന് പറയാ. ഇതിനാണ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ആദരവ്, ബഹുമാനം, അമാനുഷികമായ സംഭവങ്ങൾ, അത്ഭുതകരമായ സംഭവങ്ങൾ എന്നൊക്കെ പറയാ. ഇജ്ജ് പോയി നോക്കുമ്പോൾ കാണൂല. അന്റെ ഇന്ത്യക്ക് 8-10 നോട്ടത്തിൽ കാണുന്നത് മാത്രം അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത്. അത് വെച്ചിട്ടാണോ ചങ്ങാതി ഒരു സംഗതി വിലയിരുത്തേണ്ടത്? മഹാനവറുകൾ ആ ഭാഗം തുറക്കപ്പെട്ടതായി കാണുന്നു. വഇദൽ ബഹറു ഖദ് ഇത്തസല ബിഹി, അവിടെ സമുദ്രമുണ്ട്. വസഫീനത്തുൻ മസ്ദൂദത്തുൻ ഇലാ ജാനിബിഹി, അവിടെ അതാ കപ്പലുമുണ്ട്. എന്തിന്റെ പേരിലാ ചങ്ങായി ഒരു 3-4 മിനിറ്റ് വളരെ വലിയ തെറിയും പറഞ്ഞ് പരിഹാസത്തോടു കൂടെ വീഡിയോ ചെയ്തത്? ഈ ചരിത്രം പച്ചക്കളവാണ് പറഞ്ഞതെന്നുള്ളതിന്റെ പേരിലല്ലേ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വന്നിഹായാണ് വായിച്ചത്. തെറി പറയാതെ ഗണ്ണിക്കാൻ കഴിയുന്നില്ല ഈ ഗണ്ണിക്ക്. ഇത് ഇബ്നു കസീർ മാത്രമല്ല ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ചരിത്ര സംഭവം ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അസീറത്തുൽ ഹലബിയയിൽ കാണാം. അവർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുനിയയുടെ ശറഹിലും ഈ സംഭവം ഇബ്നു കസീറിനെ തൊട്ട് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. റൂഹുൽ ബയാനിൽ മഹാനായ ഇസ്മായിലുൽ ഹിഖി അവർ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വദുകിറ അന്ന അബൂബക്കറിൻ ലമ്മാ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി ലഅബ്സറനാ, അവർ ആരെങ്കിലും നമ്മളിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖാല ലഹു നബിയു അലൈഹിസ്സലാം ലൗ ജാഉനാ മിൻ ഹൗനാ ലദഹബനാ മിൻ ഹൗനാ. ഇതേ വാക്കും ഇതേ സംഭവം ഉദ്ധരിക്കാണ്. ഫനദറ സിദ്ദീഖു ഇലൽ ഗാരി ഫൈദാ ഹുവ ഖദിം ഫറജ മിനൽ ജാനിബിൽ ആഖർ ഫൈദൽ ബഹറു ഖദ് ഇത്തസല ബിഹി വസഫീനത്തുൻ മസ്ദൂദത്തുൻ ഇലാ ജാനിബിഹി. ഇതേ സംഭവം റൂഹുൽ ബയാനിൽ ഉദ്ധരിക്കുക. എത്ര കിതാബിലുണ്ട് ചങ്ങാതി? ഇത് ഏത് കിതാബ് കണ്ടുള്ളത്? എത്ര കിതാബ് കണ്ടിട്ട് അവർ ഈ പറയുന്നത്? നെളിഞ്ഞു തിരിഞ്ഞ് പറയണ്ടല്ലേ? എത്ര കിതാബ് ഇത് നോക്കി? എവിടെ ഇത് പഠിച്ചത്? അതൊക്കെയല്ലേ ഇത് പറയേണ്ടത്. ഈ മതം പറയുമ്പോൾ ഞാൻ മതം പറയുന്നത് ഒരു ക്വാളിറ്റി വേണ്ട ചങ്ങാതി. ഇത് ചരിത്രത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനൊരു 10 കിതാബ് നോക്കിയെങ്കിലും പറയാനുള്ള ഒരു യോഗ്യത നിനക്ക് വേണ്ടേ? അതില്ലാതെ എങ്ങനെയാണ് സമൂഹം ആദരിക്കുന്ന ഒരു പണ്ഡിതനെ നേരെ നീ കുതിര കയറുന്നത്? അപരാധലോടത് നിനക്ക് മാന്യത ഉണ്ടെങ്കിൽ നീ മാപ്പ് പറയണം. ഈ ചരിത്ര സംഭവത്തെ നിന്റെ മൗലവിമാർക്ക് കൊണ്ട് ചെല്ല്. അൽ ബിദായത്തു വന്നിഹായുടെ 2-ാം ജിൽദ് അതിൽ 3-ാം വാളിൽ എടുത്തൊന്ന് ചെല്ലിനി. എന്നിട്ട് ചോദിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടോ, ഇങ്ങനെ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നീ മനുഷ്യനാണെങ്കിൽ, മനുഷ്യത്തുണ്ടെങ്കിൽ ഈ സമൂഹത്തോട് നിന്റെ ആ ഗീർവാണം മുന്നിൽ വെച്ചിട്ട് ഒന്ന് മാപ്പ് പറയേ. പച്ചക്കളവ് പറയാം. ശത്രുക്കൾ നമ്മളെ കാണുകയാണെങ്കിൽ നമ്മൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിർത്തിയിട്ട കപ്പലിൽ നമ്മളെ രക്ഷപ്പെടും എന്നുള്ളതല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അബൂബക്കറേ എന്ന് പറയുന്ന ആ കാര്യത്തിൽ എന്താ അർത്ഥമാണുള്ളത്? അതിനൊക്കെ അർത്ഥമുണ്ട്. എനിക്കത് തിരിയാനുള്ള ബുദ്ധിയില്ല. ബുദ്ധിയില്ല എന്ന് പറയുമ്പോൾ തെറി പറയാണെന്ന് എനിക്ക് കരുതരുത്. എല്ലാവർക്കും എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിക്കില്ലാതെ പോയത് അതാണ്. അന്തവും ബുദ്ധിയും വിവരമല്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ എൻ്റെ കുറ്റായിട്ട് കാണണ്ട. ഉള്ളൊരു സംഗതി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ മതി. അതിന് വെറുപ്പൊന്നും കരുതണ്ട. എന്നിട്ടൊന്ന് നല്ല കോലത്തിൽ ചിന്തിച്ചുകൊണ്ട് പഠിച്ച് ഇപ്പൊ വായിച്ചെന്നൊക്കെ കിതാബുകളാണല്ലോ, അതൊന്നും എതിരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ട്. ആകെ ആ ചരിത്രത്തിൽ അറിയപ്പെടാം അല്ലാഹു മഅനാ. ഇതിങ്ങനെ ഒരു 10 വട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനെതിരാണല്ലോ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നീ ചിന്തിക്കേണ്ട ചങ്ങായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടാകുന്നതിന്റെ ഭാഗം തന്നെയാണ് അല്ലാഹു തആല നൽകുന്ന ഇത്തരത്തിലുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ. ഇങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിരിക്കണം. എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും നിഷേധിക്കാൻ പോണ്ട. ഇങ്ങനെ ഒരുപാട് സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ കുറിച്ച് ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് കണ്ട മാത്രമല്ല വിശ്വസിക്കുക. ഈ ചരിത്രം പറഞ്ഞ ആയത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ശക്തി കൊടുത്തിട്ടുണ്ട്, സഹായം കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടത് മാത്രം വിശ്വസിക്കുന്നവനാണെങ്കിൽ എനിക്ക് പോകാനുള്ള കേന്ദ്രത്തിന്റെ പേരാണ് ആനക്കയം ജബ്ബാറിന്റെ കേന്ദ്രം. അതിന് വേണ്ടിയിട്ട് നീ ഇവിടെ വന്നിട്ട് കുറെ അലക്കൊന്നും വേണ്ട, അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തളാം. ഇങ്ങനത്തെ ഒരുപാട് സംഭവം ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലതും കടിക്കുന്നുണ്ടെങ്കിൽ വല്ല ഗുളികയും വാങ്ങി കുടിക്കുക. ഇങ്ങനത്തെ ഒരുപാട് സംഭവം ഇമാമികൾ രേഖപ്പെടുത്തി കാണാൻ കഴിയും. ഇത് കേട്ടില്ല അറിഞ്ഞില്ല എന്നതിന്റെ പേരിൽ ഞാനും ഈ ഒരു ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കേട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ നിഷേധിക്കാൻ പോരാ. ഇമാം ബൂസി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദയുടെ ശറഹുൽ ബുർദത്തിൽ ബൂസിരിയ ഈ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. വകാന മുഖാമുഹുമാ ഫിൽ ഗാരി 3 അയ്യാം, 3 ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ ഗുഹയിൽ താമസിച്ചു. വഖദ അതിശ അബൂബക്കറിൻ ഫിൽ ഗാരി, ഗാറിൽ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു, ഹബീബരായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇൽതഫിത് ഇലാ ജാനിബിൽ ഗാർ, ഈ ഗാറിന്റെ
ഇന്നാലിന്റെ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഫൽതഫത ഫവജദ മാഅൻ യസീലു ഫശരിബ മിൻഹു. തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ ഇങ്ങനെ നല്ല മനോഹരമായ വെള്ളം ഒഴുകുന്നു. ആ വെള്ളത്തിൽ നിന്ന് മഹാനവറുകൾ കുടിച്ചു. ഫമാ റആ ഖത്തു അഅദബ മിൻഹു. ഈ വെള്ളത്തെക്കാൾ അതിസുന്ദരമായ ഒരു വെള്ളം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടില്ല. അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ഹാദൽ മാ അജീബ്. നബിയേ, ഈ വെള്ളം അത്ഭുതകരമാണല്ലോ. ഖാല യാ അബൂബക്കർ ഇന്നല്ലാഹ സുബ്ഹാനഹു അമറ മലക്കൻ മുവക്കലൻ ബിനഹ്രിൽ കൗസർ. ഹൗദുൽ കൗസർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹൗദുൽ കൗസറിനെ ഈ ഗുഹയുടെ ഭാഗത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. ഇതൊക്കെ റബ്ബിന്റെ സംവിധാനമാണ്. ഇത് മണ്ണാർക്കാട് മൻസൂറിന്റെ സംവിധാനമല്ല. മണ്ണാർക്കാട് മൻസൂർ പറയുന്നിടത്ത് കൂടെ നദി ഒഴുകുക, അവിടെ കപ്പലുണ്ടാകുക, അവിടെ മാത്രം ഓരോ സംഗതി ഉണ്ടാകുക എന്നൊക്കെ ഇജ്ജ് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അന്റെയും അന്റെ ആളുകളുടെയും സംവിധാനമല്ല. ഇത് റബ്ബിന്റെ സംവിധാനമാണ്. റബ്ബ് തീരുമാനിക്കും ഏല നടത്തണം എന്നുള്ളത്. ഇതൊക്കെ അനക്കറിയില്ലെങ്കിൽ പഠിക്കുക. അറിവില്ലായ്മയുടെ പേരിൽ നിഷേധിക്കരുത്. ഇങ്ങനെയൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ മലക്കിനോടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി മലക്ക് ആ വെള്ളം അതിലൂടെ കൊണ്ടുവരുന്നു. ഫഹുവ മിൻ മാഇൽ കൗസർ. ഇത് ഹൗദുൽ കൗസറിന്റെ വെള്ളമാണ് എന്ന് ഹബീബരായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ ചരിത്രമുണ്ട്. നീ ഏതെങ്കിലും ഒരു പുസ്തകത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു മൗലവിന്റെ പ്രസംഗത്തുനിന്നോ കേട്ടത് മാത്രമാണ് ദീന്, അത് മാത്രമാണ് ചരിത്രം എന്ന് നീ വിചാരിക്കുമ്പോൾ സത്യത്തിൽ നീ ആയിത്തീരുന്നത് പൊട്ടൻകിണറ്റിലെ തവളയാണ്. പൊട്ടൻകിണറ്റിലെ തവളക്ക് ആ തവളയുടെ ഇട്ടവട്ടാണല്ലോ ലോകം തരുന്നത്. ആ തവളയോടെങ്ങാനും ഒരു പുറം ലോകം ഉണ്ടെന്നും ആ പുറം ലോകത്ത് ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടെന്നും അവിടെ വലിയ സംവിധാനങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ തവള വല്ലാതെ തുള്ളും. അതുപോലത്തെ ഒരു തുള്ളലാണ് ഞങ്ങൾ എൻ്റെ തുള്ളല്, വിവരക്കേടിന്റെ പേരിലുള്ള തുള്ളല്. പക്ഷെ ആ തുള്ളലിന് മുന്നേ ഈ ചരിത്രമൊക്കെ ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ വഷളാവും. അപ്പൊ പറയും അള്ളയാണ് അവിടെ കടൽ കൊടുന്നു വെച്ചതും അള്ളയാണ് അവിടെ കപ്പൽ കൊടുന്നു വെച്ചതെന്നൊക്കെ. അള്ളാഹ്ക്ക് അതൊക്കെ കഴിയും, അതിനൊന്നും സംശയമില്ല. അള്ളാഹ്ക്ക് അതൊക്കെ കഴിയും, ഒക്കെ ഉസാറാണ്. വല്യാപ്പൊക്കെ വേണ്ടാന്ന് പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് ഒക്കെ കഴിയും. പക്ഷെ ഈ ആനക്കയം ജബ്ബാറിന്റെ കോളേജിൽ നിന്ന് മെമ്പർഷിപ്പ് കിട്ടിയ ആനക്കയം ജബ്ബാറിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉന്നതമായ വിജയം നേടി പാസ്സായ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് വളരെ നൈസായിട്ട് പറയണത്, സാധുവായിട്ട് പറയണത്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതൊക്കെ പഠിച്ചു ചോദിക്കും തന്നെ ജബ്ബാറും പറയണത്. പക്ഷേ ഈ പറഞ്ഞത് കളവാണ്. കളവല്ല, അത് യാഥാർത്ഥ്യമാണ്. കിതാബ് എന്നാ വായിച്ചത്. ആണാണെങ്കിൽ ഗണ്ണിക്ക്. നിന്നെ കാണില്ല, പിന്നെ ഒരു വീഡിയോ ചെയ്താൽ പിന്നെ എന്നെ കാണില്ല. ആണാണെങ്കിൽ ഒന്ന് ഗണ്ണിക്ക്. അപ്പോ ഖമറുൽ ഉലമ എന്നല്ല കളവുൽ ഉലമ എന്ന് പറയേണ്ടി വരും. അതൊക്കെ പറഞ്ഞു. അതൊക്കെ എൻ്റെ ഒരു പൂതിക്ക് വേണ്ടിയിട്ട്. അന്നെ തിരിച്ച് കളവുൽ മൻസൂർ എന്നും സ്റ്റെപ്പിനി മൻസൂർ എന്നൊന്നും ഞങ്ങൾ പറയില്ല. കാരണം എൻ്റെ പരിപാടി അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് മതം പറയണമെങ്കിൽ സ്റ്റെപ്പിനി വേണം, തെറി മൻസൂർ, അതുപോലെ തന്നെ സ്റ്റിക്കർ മൻസൂർ. സ്റ്റിക്കറിന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ, മോത്തോ ഉള്ളിലൊക്കെ ഒട്ടിച്ചിട്ട് സ്റ്റിക്കറൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ എടുത്തിട്ട് എനിക്ക് സ്റ്റിക്കർ മൻസൂർ, അതുപോലെ തന്നെ തെറി മൻസൂർ, തണ്ണി മൻസൂർ, ഇതൊന്നും ഞങ്ങൾ പറയില്ല. കാരണം ഞങ്ങളൊക്കെ പഠിച്ചൊരു സംസ്കാരം ഉണ്ട്. അതുകൊണ്ട് ഇനി വേറൊരു തള്ളുണ്ട്. എനിക്കൊക്കെ തള്ളന്നേക്കാരം. വിവരമില്ലാത്തവനല്ലോ തള്ളനെ. കാരണം അവനൊന്നും അറിയില്ലല്ലോ. പൊട്ടങ്കനക്ക് തവളയാണ്, പാവം. നമുക്ക് ബുദല എന്ന് പറയുന്ന ഔലിയാക്കൾ അവരെ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും. ഇങ്ങോട്ട് കേട്ടാൽ ഇപ്പൊ നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാരി ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മുർത്തത്തായി പോകാൻ കാരണമാവുകയും ചെയ്യും. എന്താ ഇപ്പൊ പറഞ്ഞത്? ഇവരൊരു നോണ പറഞ്ഞാല്, തള്ളു പറഞ്ഞാല് അത് നമ്മൾ കളിയാക്കി കഴിഞ്ഞാൽ മുർത്തത്തായി പോകുന്ന പറഞ്ഞത്. അപ്പൊ എന്താണ് മൗലിയരെ മുർത്തദ് എന്ന് പറഞ്ഞാല്? മുർത്തദ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ വസ്തുതകളെ കുതിര കയറിയിട്ട് മഹാന്മാരെ നിസാരപ്പെടുത്തിയിട്ട് നബിമാരെ പരിഹസിച്ചിട്ട് നേടിയെടുക്കുന്ന ഒരു സംഗതിന്റെ പേരാണ് മുർത്തദ്. അതിലേക്ക് പോകുന്ന ചെയ്യും. മഹാന്മാരെങ്ങനെ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ വെട്ടി മുണിഞ്ഞാൽ അങ്ങനെ തന്നെ പോകുക. നിങ്ങൾ പറയണ പൊട്ടപ്പോയത്തൊക്കെ തലയിലേറ്റി കൊണ്ട് നടക്കുക എന്നുള്ളതാണോ? നിങ്ങൾ കലക്കി തരുന്ന കാടിവെള്ളം ഇങ്ങനെ മോന്തി കുടിക്കുക, എന്നിട്ട് അല്ലാഹു അക്ബർ ഇങ്ങനെ തെക്കുബീർ തൊഴിലാളികളായിട്ട് പിന്നാലെ നടന്നിട്ട് തെക്കുബീർ വിളിക്കുക. ഇതാണോ മുർത്തദ് അല്ലാതാവാനുള്ള മാനദണ്ഡം? അല്ല, വഹാബികളുടെ ആ ജിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ചില പൊടിയും മരുന്നുകളൊക്കെ ഉണ്ട്. ബാലുശ്ശേരിനോട് ചോദിച്ചാൽ അറിയും. വേണമെന്നുണ്ടെങ്കിൽ സാജിദ് തിരുവങ്ങാടിനോട് ചോദിച്ചാൽ മതി. എന്തൊക്കെയോ ഉൽപ്പന്നങ്ങളുണ്ട് അവരുടെ, അത് പിടിച്ചിട്ട് ഒന്നട് പഠിച്ചാൽ മതി. ചങ്ങായി ഇതൊക്കെയാണ് പറയേണ്ടത്. ഉസ്താദ് പറഞ്ഞതിനെതിരെ കിതാബ് വെച്ച് ഗണ്ണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഗണ്ണിക്ക്. കുറച്ചും കൂടി പറഞ്ഞിട്ട് കേൾക്കാം നമുക്ക്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബുദല എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാകും. എന്താ അതിന്റെ തെളിവ് എന്ന് ചോദിച്ചാല് എന്റെ തൊള്ളപ്പുട്ടന്നെ അതന്നെ തെളിവ് എന്ന് പറയും. ഇങ്ങനെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടണം, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. തെളിവ് എന്ന് ചോദിച്ചാൽ തെളിവ് പറയാൻ പറ്റും. ആരോടാ പറയണ്ട? എന്നോടോ?
ഞാൻ നേരത്തെ പറഞ്ഞ അലിഫും ബാവും തിരിയാത്ത അന്നോടോ കിതാബിന്റെ ഒരു ബാലപാഠവും പഠിക്കാത്ത അന്നോടോ എൻ്റെ മുന്നിലാണ് ഞങ്ങൾ തെളിവ് പറയേണ്ടത്? അന്നോട് തെളിവില്ല. ഞാനിപ്പോൾ ഈ പറയുന്ന തെളിവൊന്നും എന്നോടല്ല. കാരണം എനിക്ക് നോക്കാനോ അപ്പോൾ പഠിക്കാനോ എന്നുള്ള വിവരമല്ലാന്ന്. അത് ഇനി ഒരു തെറിയായിട്ട് കാണരുത്. ഞാനൊരു വസ്തുത പറയും. അതിപ്പോൾ എനിക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ വെല്ലുവിളിച്ചല്ലോ, ഇതൊന്ന് മുന്നിക്ക് വാ, ഒരു കിതാബ് തരാ, ഇതൊന്ന് വായിക്ക്. വെല്ലുവിളിച്ചല്ലോ. ഏതെങ്കിലും ഒരു വീഡിയോയിൽ കിതാബ് എടുത്ത് വായിക്ക്. ഹർക്കത്തിട്ടെങ്കിലും എൻ്റെ മൗലവിമാരെടുത്ത് പോയിട്ട് ഹർക്കത്തിട്ട് തരാൻ പറ്റും. എന്നിട്ടൊന്ന് വായിച്ചു കയ്യൂലാണ് കൊണ്ട്. കാരണം എനിക്ക് ഇതിൻ്റെ ഒരു യോഗ്യതയില്ല. പിന്നെ എന്നോട് തെളിവ് പറഞ്ഞിട്ടൊരു കാര്യമല്ല. പക്ഷെ സമൂഹം മനസ്സിലാക്കാം. എൻ്റെ വീഡിയോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങുമ്പോൾ ഏതെങ്കിലും സാധുക്കളൊക്കെ എടുത്ത് കാണുമ്പോൾ അവർ തെറ്റിദ്ധരിച്ചു പോകണ്ടെന്ന് ഇതിൻ്റെ തെളിവ് പറഞ്ഞിട്ട് പറയുന്നയും എനിക്ക് എല്ലാ സംശയവും തീർച്ചു. ഇങ്ങനെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടണം, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. ഇത് രണ്ടും ഇല്ലാതെ മാകാലല്ല പരിശുദ്ധ ഖുർആനാണ്, വമാകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയണമെങ്കിൽ ഒന്ന് പഠിക്കാൻ കഴിയും. ഖുർആൻ അല്ല, ഖുർആൻ അത് പറയണമെങ്കിൽ ഒന്ന് പഠിക്കും. എന്നിട്ട് വാ എൻ്റെ ഈ ഗീർവാണത്തിനും വേണ്ടിയിട്ട്. എന്താ ചങ്ങാതി ഇതൊക്കെ? മഹാന്മാരായ ഇമാമികൾ രേഖപ്പെടുത്തി വെച്ച സംഭവമല്ലേ. ബുദലാഖ് എന്ന് പറഞ്ഞ ഒരു മേഖല ഔലിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. അബുദാലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. ആ അബുദാലിങ്ങൾക്ക് വ്യത്യസ്ത രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയും. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു കിതാബ്, ഫോർ എക്സാമ്പിൾ, ഒരേ ഒരു കിതാബ് ഇപ്പം നമ്മൾ എടുക്കണുള്ളൂ. ഒരു കിതാബ് മാത്രമേ എടുക്കാനുള്ളൂ എന്നുള്ളതുകൊണ്ടല്ല, ഇത് വീഡിയോ ദീർഘിച്ചു പോകുന്നതുകൊണ്ട് അതിലേക്ക് കടക്കണില്ല. ഇതൊക്കെ ഇമാമിങ്ങൾ പഠിപ്പിച്ച അനക്കേതിൽ അത്ഭുതമുള്ളൂ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിൽ ഫിൽ ഫതാവയിൽ ഒരു ഹെഡിങ് തന്നെ കൊണ്ടുവരുന്നു, അൽ മുൻജലി ഫീ തതവ്വുരിൽ വലി. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ഹെഡിങ് ഇട്ട് വിശാലമായി ഔലിയാക്കൾ വ്യത്യസ്ത രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയും എന്ന് തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. മാകാലല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്ത് സംസാരിക്കുന്നു. ഫതമസ്സലലഹ ബശറൻ സവിയ എന്ന ആയത്ത് കൊണ്ടുവന്നിട്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മഹദിയായ മറിയം ബിവിയിലേക്ക് മറ്റൊരു രൂപത്തിൽ രൂപാന്തരപ്പെട്ടത് വിവിധ രൂപങ്ങളിൽ രൂപാന്തരപ്പെടാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സംഭവമാണല്ലോ അത്. സൂറത്തു മറിയം 17-ാമത്തെ ആയത്ത് ആ സംഭവം എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. വഖദ് ഖീല ഫിൽ അബ്ദാലി ഇന്നഹും ഇന്നമാ സുമു അബ്ദാലൻ. അബ്ദാലിങ്ങൾക്ക് അബ്ദാലിങ്ങൾ എന്ന് പേര് വന്നത് തന്നെ ലിഅന്നഹും ഖദ് യർഹലൂന ഇലാ മകാനിൻ വയുഖീമൂന ഫീ മകാനിഹിം അൽ അവൽ സബഹൻ ആഖർ ശബീഹൻ ബിസബഹിഹിം അൽ അസ്ലി ബദലൻ അൻഹു. അവർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർക്ക് രൂപാന്തരപ്പെടാൻ കഴിയും. അവരുടെ രൂപങ്ങൾ അവർ മുമ്പുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാനും രൂപപ്പെടാനും അവർക്ക് സാധിക്കുമെന്ന് മഹാനവറുകൾ അബ്ദാലിങ്ങൾക്ക് അബ്ദാലിങ്ങൾ എന്ന് പേര് പറയാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ജിന്നുകൾക്ക് തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ രൂപാന്തരപ്പെടാൻ കഴിയുമെങ്കിൽ ജിന്നെന്താന്ന് പഠിച്ചോ? ഇനി എന്ത് പറയുന്നു? വളരെ കഷ്ടം എന്നല്ല, എന്നോടൊക്കെ കാര്യം പറയേണ്ടി വന്നിരിക്കും. വലിയ സങ്കടമുണ്ട്. ഇത് അനക്കുള്ള മറുപടി ആയിട്ട് കൂട്ടണ്ട. അന്നെ കേട്ടുകാണ്ട് ഏതൊരു സാധുക്കൾ തെറ്റിദ്ധരിക്കണതിന് വേണ്ടി പറയണം. അനക്കിപ്പോൾ എന്താ അതൊക്കെ ഓതി തന്നിട്ട് ഇതൊക്കെ വായിച്ചു തന്നിട്ട് എന്ത് കാര്യം? ജിന്നെന്താ നിനക്കറിയോ? വിവിധ രൂപങ്ങളിൽ രൂപാന്തരപ്പെടാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടോ? എങ്കിൽ ജിന്നുകൾക്ക് വരെ അതിന് സാധിക്കുമെങ്കിൽ ഫൽ അംബിയാഉ വൽ മലായികത്തു വൽ ഔലിയാഉ ഔലാ ബിദാലിക. നബിമാരും മലായികത്തും പല രൂപങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ജിന്നുകൾക്ക് സാധിക്കുമെങ്കിൽ അവരിലത് സംഭവിക്കൽ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അവരിലല്ലേ അത് സംഭവിക്കേണ്ടത്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. തുടർന്ന് അവര് വിശാലമായത് സംസാരിക്കുന്നത് കാണാൻ കഴിയും. അൽ വലിയു ഇദാ തഹഖഖ ഫീ വിലായതിഹി തമക്കന മിന തസവ്വുരി ഫീ റൂഹാനിയതിഹി വയുഅതാ മിനൽ ഖുദ്റതി അത്തസ്വീറ ഫീ സുവരിൻ അദീദ. ഔലിയാക്കൾക്ക് വ്യത്യസ്ത രൂപങ്ങൾ രൂപാന്തരപ്പെടാൻ കഴിയും. വലൈസ ദാലിക ബിമുഹാലിൻ, അതൊന്നും അസംഭവ്യമല്ല. ലിഅന്നൽ മുതഅദ്ദിദ ഹുവ സൂറത്തുർ റൂഹാനിയതു. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ഇത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറയാം. ഞാൻ കേൾക്കാത്തതൊക്കെ അവിടെ ദീനല്ല. ഞാൻ പഠിച്ചതും ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതും മാത്രമേ ദീനുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ദീനില്ല എന്നൊക്കെ പറഞ്ഞാൽ എടോ കല്ലായിപ്പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ലോകമല്ല എന്ന് വിവരക്കേടിൻ്റെ ഭാഗമായിട്ട് പറയണ പൂങ്കാവനം കുഞ്ഞാൽ പോയി മാറുന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാനുള്ളത്? അപ്പോൾ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം, അന്വേഷിക്കണം. ഒരു കാര്യത്തെ കണ്ണടച്ച് ഇരുട്ടാക്കി നിഷേധിച്ച് അത് പറഞ്ഞ പണ്ഡിതന്മാരെ വളരെ വൃത്തിഹീനമായ വാക്കുപയോഗിച്ച് തെറി പറയുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ സാധ്യത ഉണ്ടോ എന്നൊക്കെ പഠിച്ചു വരാം. മൻസൂറിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നും വിവരമില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ല. പക്ഷെ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഒരിക്കലും അലങ്കാരമാക്കി കൊണ്ടെടുക്കരുത്. നമുക്കൊക്കെ വിവരം കുറവാണ്. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളൊക്കെ ആ ഒരു ബോധത്തോടു കൂടെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് വിവരമുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെ കുതിര കയറുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നല്ല രീതിയിൽ പഠിക്കുക. നിന്റെ ഈ വിവരക്കേടിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നീ നടത്തിയൊരു ഫത്വ, ഇതൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തന്നതാണ്. നീ ഏത് രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്, ഇടപെടുന്നത് എന്നൊക്കെ നിന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആരോടെങ്കിലുമൊക്കെ ഉള്ള അന്ധമായ വിരോധത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. പുകവലി ഹറാമാണ് എന്നാണ് അവൻ പറയുന്നത്. അതൊന്ന് കേട്ടോ, പുകവലിക്കൽ ഹറാമാണ്. സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പുകയിലല്ലേ, അതുപോലെ തന്നെ ഒരു ഏലയല്ലേ മറ്റേ നേരത്തെ പറഞ്ഞ സാധനവും അതിൽ ബന്ധപ്പെട്ട തെറ്റ്. അല്ല, പുകയില ഹലാലും കഞ്ചാവ് ഹറാമും ആവുന്നത് എങ്ങനെ? കേട്ടില്ലേ, പുകവലി ഹറാമാണ്. ഇത് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പേരിലുള്ള അവരുടെ പുസ്തകമാണ്. MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം. ഇതിലൊരു ഹെഡിങ് കാണാൻ കഴിയും 92ാമത്തെ പേജിൽ, പുകവലിക്കുന്നവർ സലഫികളോ. കേരളത്തിലെ മുജാഹിദ് നേതാക്കളിലും പ്രവർത്തകരിലും പുകവലി ശീലമാക്കിയവരുണ്ട്. മൻസൂറെ, നിന്റെ ഭാഷയിലുള്ള കടുത്ത ഹറാമ് ചെയ്യുന്നവരെ നിന്റെ മുജാഹിദ് നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്, പ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ആലോചനാ സഭയിലും പ്രവർത്തക സമിതിയിലും സെക്രട്ടേറിയറ്റിലും എല്ലാം പുകവലിക്കാര്. ഒന്ന് ആലോചിച്ച് നോക്കി ചങ്ങായി, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ആലോചന സഭ, അതാണ് നിങ്ങളെ തലച്ചോറ് ബ്രെയിൻ എന്ന് പറയുന്നത്. ആ ബ്രെയിനിലും കയറി കൂടിയാണ് പുകവലിക്കാര്. പ്രവർത്തക സമിതിയിലുണ്ട്, സെക്രട്ടേറിയറ്റിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അറബിക് കോളേജ് അധ്യാപകർ, ഖത്തീബുമാർ, സലഫി ആശയത്തിൽ നിന്നുള്ള വ്യതിയാനത്തെക്കുറിച്ച് മുറവിളി കിട്ടുന്ന പ്രസംഗകർ, മുജാഹിദ് സംഘടനയുടെ ആധികാരിക പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമ അംഗങ്ങൾ എന്നിവരിലും പുകവലിക്കാരെ കാണാവുന്നതാണ്. ഈ പറഞ്ഞ കടുത്ത തെറ്റ്, അപരാധം എന്നൊക്കെ പറഞ്ഞില്ലേ, ആരോടുള്ള അന്ധമായ വിരോധം കൊണ്ടേ കയറിയാണ്ട് ആളില്ലാത്ത പോസ്റ്റിക്ക് സെൽഫ് കോൾ അടിക്കുമ്പോഴേ ഒന്ന് ചിന്തിക്കണം, നിങ്ങളുടെ ഈ ഓജരാജാക്കന്മാരൊക്കെ വലിക്കാരായിരുന്നു. ഇതാണ് രേഖപ്പെടുത്തുന്നത്. എന്നെ എടുത്തുകാണ്ട് വഹാബി നേതാക്കന്മാരെ കൈകാര്യം ചെയ്യും. ഇജ് കൂടുതൽ വീഡിയോ ചെയ്ത് കണ്ടേ ഇത് അവരെ ശ്രദ്ധയിലൊന്നും പാടണം, കാരണം അവരെന്നെ കൈകാര്യം ചെയ്തു. നിങ്ങളുടെ ജമിയത്തുൽ ഉലമയുടെ അംഗങ്ങളിൽ പോലും പുകവലിക്കാരെ കാണാൻ കഴിയുന്നതാണ്. എന്തിലധികം, അതായതാണ് എന്തിലധികം അവരിൽ പലരും അറബിക് കോളേജുകൾ, മദ്രസകൾ, പ്രബോധന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും പരസ്യമായി പുകവലിക്കുന്നു. ഈ പറഞ്ഞ പച്ച ഹറാമുണ്ടല്ലോ, ഈ പച്ച ഹറാം പരസ്യമായി ചെയ്യുന്ന തോന്നിവാസികളാണ്. ഞാനല്ല പറയുന്നത്, ഞങ്ങൾ ആ ഭാഷ പ്രയോഗിക്കുക, എൻ്റെ ഭാഷയിൽ പച്ച ഹറാം പരസ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പറയേണ്ടത്. അങ്ങനെയുള്ള തോന്നിവാസികളാണ് നിന്റെ നേതാക്കന്മാര് എന്ന് നിന്റെ ഭാഷ പറഞ്ഞു. MI മുഹമ്മദ് അലി സുല്ലമി അങ്ങനെയല്ല പറയുന്നത്. നിന്റെ ഭാഷയിൽ ഒരാളെ കുതിര കയറുമ്പോഴേ എന്റെ വിവരക്കേടിന്റെ പേരില്ലേ ഇവിടെ എന്തെല്ലാം കീർവാണങ്ങൾ നടത്തിയത്. ആനയെ കരിമ്പും തോട്ടത്തിലേക്ക് അയച്ചു വിട്ടതുപോലെ വഹാബി നേതാക്കന്മാര് കണ്ട അണ്ടനി അടകോടനി മതം പറയേൽപ്പിച്ചിന്റെ ദുരന്തായി കാണുന്നത്. നിങ്ങളെ ജമിയത്തുൽ ഉലമയിൽ വരെ പച്ച ഹറാമ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നിങ്ങൾ അന്നവും വെള്ളവും കൊടുത്ത് വളർത്തുന്ന തെറി പറയാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഈ തെറിവീരന്മാര് വന്നുകൊണ്ട് നിങ്ങളുടെ മണ്ടയിൽ ആഞ്ഞടിക്കണത് ഒന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്കും നല്ലതാണ്. മുജാഹിദ് പ്രസ്ഥാനം പുകവലി ഒരു കുറ്റമായി പരിഗണിക്കുന്നില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ആരും മൻസൂരിയ മദ്ഹബിലില്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എടുത്ത് നോക്കിയാൽ ഇപ്പൊ എത്ര മദ്ഹബാ. ഈ മഹാന്മാരായ ഇമാമിങ്ങൾ മദ്ഹബും വിട്ടുകാണ്ട് അന്തക്കേടും വിവരക്കേടും മദ്ഹബായി സ്വീകരിച്ചുകൊണ്ട് സ്വന്തം തലന്റെ മാറാല തട്ടാൻ ഒഴിവില്ലാതെ മഹാന്മാരായ പണ്ഡിതന്മാരെ തെറി പറയാൻ ഇറങ്ങിയപ്പോ ചങ്ങായി നിന്റെ കൂടെ നിന്റെ പ്രസ്ഥാനം തന്നെ അല്ല. നിന്റെ പ്രസ്ഥാനത്തിനെതിരായി ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പുകവലി ഒരു കുറ്റമായി പരിഗണിക്കുന്നില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത് പഠിക്കും, നിങ്ങളെ നിലപാട് പോലും പഠിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ നീയാണ് വന്നിട്ട് മഹാനായ സുൽത്താനുൽ ഉലമ പറഞ്ഞ ഒരു ചരിത്രത്തിന്റെ നേരും നെറിയും ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇത് എന്നെ ബോധ്യപ്പെടുത്തുകയാണ് എനിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എൻ്റെ വിവരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മുടെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടും. ഈ സമൂഹത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ ഒഴിവായി കിട്ടും, ഒരുപാട് അസ്വസ്ഥതകൾ നീങ്ങിക്കിട്ടും. ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്ക്. കേരള നദ്വത്തുൽ മുജാഹിദീനും ഗൾഫ് സലഫികളും തമ്മിൽ അടിസ്ഥാനപരമായി തന്നെ അന്തരമുള്ള മേഖലയാണിത്. ഗൾഫ് സലഫികളും നിങ്ങളും തമ്മിലടിക്കുന്നു. പുകവലിയുടെ പേര് കണ്ടിട്ട് ഗൾഫ് സലഫികൾ വലിക്കരുത് അറിയാം. കേരളത്തിലെ വഹാബികൾ അങ്ങനെ പറഞ്ഞു, എന്നാ വിടാൻ കരുതിയില്ല, ഞങ്ങൾ വലിച്ചെന്നെ കാണിച്ചു തരും. ജിപ്പ് ഏത് മതബിലുള്ള ഗൾഫ് സലഫിയാളല്ലേ? ഗൾഫ് സലഫിയാളെ മതബിൽ നിന്നിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ സലഫിയാളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് കുഞ്ഞാടുകളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാം. രണ്ട് തോണി കാലിടല്ലേ മൻസൂറെ.